ഹലോ, വെൽക്കം ടു കേര കിച്ചൺ. വളരെ നാളുകൾക്ക് ശേഷമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീണ്ടും വരുന്നത്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ താറാവ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ 2 kg ഡക്ക്, 5 സവോള നീളത്തിൽ അരിഞ്ഞത്, കറിവേപ്പില ആവശ്യത്തിന്, 8 പച്ചമുളക് നീളത്തിൽ കീറിയത്, 4 ടൊമാറ്റോ നീളത്തിൽ അരിഞ്ഞത്, 2 വലിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, 2 കുടം വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, പെരുംജീരകം 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, മസാലപ്പൊടി 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 1 മുറി തേങ്ങയുടെ പാല്, എണ്ണ ആവശ്യത്തിന്. ആദ്യം തന്നെ ഒരു കുക്കർ എടുത്ത് അതിലേക്ക് താറാവ് ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം മിക്സ് ചെയ്ത് 3 വിസിൽ അടിക്കുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. താറാവ് ഒന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് അതിന് വേണ്ടതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനിയും അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വരന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് സവോള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് വരന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം.
ടൊമാറ്റോ ഒന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൊടി, പെരുംജീരകം പൊടി, മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി വരട്ടി കൊടുക്കാം. ഡക്ക് വേവിക്കാൻ വെച്ചപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഈ മസാലയിൽ ഉപ്പിടുമ്പോൾ സൂക്ഷിച്ച് വേണം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വേവിച്ചെടുത്ത ഡക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരപ്പൊക്കെ ഇറച്ചിയിൽ പിടിക്കുന്നത് വരെ നമുക്ക് 10 മിനിറ്റ്സ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇറച്ചിയിൽ ഈ മുളകൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കാൻ പോകുന്നത്. പകുതി പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ബാക്കി ഒഴിക്കാം. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം. അത് ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ ഒരു സ്വല്പം കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്.
ഈ സമയത്ത് ബാക്കിയിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് തിളയ്ക്കാൻ സമ്മതിക്കില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഡക്ക് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ സ്പെഷ്യൽ താറാവ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും നാനിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വ്യൂസും റിപ്ലൈസും കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുക. അത് മാത്രമല്ല ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ എവരിത്തിങ്. ഗുഡ് ബൈ.